യുദ്ധവിമാനങ്ങൾ പായിക്കാനും ഭാരതത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. രജൗരിയിൽ ഇത്തരത്തിലുള്ള ആക്രമണം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിൻ്റെ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. പക്ഷേ കൃത്യമായി ഒരു യുദ്ധപ്രഖ്യാപനം മാത്രം ഇനി പുറത്തു വന്നാൽ മതിയാകും. അതിനു മുമ്പ് തന്നെ ഏറ്റുമുട്ടൽ അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് തന്നെ അല്ലെങ്കിൽ ആദ്യഘട്ടം കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാൻ എല്ലാവിധ പ്രകോപനങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ അതിർത്തി മേഖലകൾക്കിപ്പുറത്തേക്ക്, പ്രത്യേകിച്ചും ജമ്മുവിലെ വിമാനത്താവളം, അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ, അവിടുത്തെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളൊക്കെ തകർക്കാനുള്ള പദ്ധതിയുമായി അവർ കൃത്യമായി ഡ്രോണുകൾ പായിക്കുന്നു. അതും ചൈനീസ് നിർമ്മിതമായ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് അവർ ഭാരതത്തിന് നേരെ ആക്രമണം നടത്തുന്നത്. നമുക്കറിയാം, ഈ ഭീകരവാദ പ്രവർത്തനം ഉണ്ടായപ്പോൾ മുതൽ പഹൽഗാമിൽ 26 ടൂറിസ്റ്റുകളെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സാഹചര്യം ഉണ്ടായപ്പോൾ ആ സംഭവത്തിൽ പാകിസ്ഥാനെ പരസ്യമായി പിന്തുണച്ച ഒരു രാജ്യമാണ് ചൈന. അപ്പോൾ ചൈന അവരുടെ ആയുധങ്ങൾ കൃത്യമായി പാകിസ്ഥാന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭാരതത്തിന് നേരെ നടത്തുന്ന ആക്രമണങ്ങളിൽ ആദ്യമേ തന്നെ അവർ കൃത്യമായി ചൈനീസ് നിർമ്മിതമായ ആയുധങ്ങൾ ഇങ്ങോട്ടേക്ക് പായിക്കുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും ഫലം കാണാൻ കഴിയുന്നില്ല. ഭാരതം കൃത്യമായി അതിനെ ചെറുക്കുന്നുമുണ്ട്. ജിഷ്ണു കൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ജിഷ്ണു, ഈ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചൈനയും പാകിസ്ഥാനും ഭായിയാണ്. അവർ ഒരുമിച്ച് തന്നെയാണ് ഭാരതത്തിനെതിരെ നീങ്ങുന്നത്. പാകിസ്ഥാന് നൽകിയ പരസ്യമായ പിന്തുണയുടെ യഥാർത്ഥ രൂപം ഇപ്പോൾ ബോധ്യപ്പെടുന്നുണ്ട്. ചൈനീസ് ആയുധങ്ങൾ ഉപയോഗിച്ച് ഭാരതത്തിന് നേരെ അതിക്രമം നടത്തുമ്പോൾ ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം അത് കൂടുതൽ വ്യക്തമാകുന്നു. പക്ഷേ ചൈനീസ് ആയുധങ്ങൾക്ക് ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് പ്രവേശിക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ തന്നെയല്ലേ ജിഷ്ണു കൃഷ്ണൻ? വിനോദ, ആയുധങ്ങൾ മാത്രമല്ല, പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ അധികവും ചൈനയുടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് മിസൈലുകളും ഡ്രോണുകളും പാകിസ്ഥാന്റെ മണ്ണിലേക്ക് അയച്ചുകൊണ്ട് ആക്രമണം നടത്താൻ ഭാരതത്തിന് സാധിക്കുന്നത്. ഭാരതത്തിന് വളരെ കൃത്യമായി ഭാരതത്തിന്റെ വ്യോമസേനയ്ക്ക് യുദ്ധവിമാനങ്ങളിൽ നിന്ന് മിസൈലുകളും ഒപ്പം ഡ്രോണുകളും പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ പോലും അടിച്ചു തകർക്കാൻ പറ്റുന്ന രീതിയിൽ ഇത്തരത്തിൽ കടന്നാക്രമിക്കാൻ സാധിക്കുന്നത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ആയുധങ്ങൾ, അത് ചൈന നൽകിയിട്ടുള്ള ആയുധങ്ങളാണ്. കൂടാതെ തുർക്കിയുടെ ഭാഗത്തു നിന്നും പാകിസ്ഥാന് ഇത്തരത്തിൽ സഹായം ലഭിക്കുന്നു. മറിച്ച് ഇനിയൊരു യുദ്ധത്തിലേക്ക് പോകുമ്പോൾ അതിൽ കൂടുതലുള്ള സഹായവും പാകിസ്ഥാന് ലഭിക്കുമെന്ന വ്യക്തമായ ധാരണ ഭാരതത്തിനുണ്ട്. കാരണം ഭാരതം എന്ന രാജ്യത്തെ സംബന്ധിച്ച് നിലവിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു വലിയ സാമ്പത്തിക സൈനിക ശക്തിയായി വളരുമ്പോൾ അത് എത്രത്തോളം തടയിടാൻ സാധിക്കും എന്നുള്ളത് മറ്റു രാജ്യങ്ങളും സ്വാഭാവികമായും ഭാരതത്തിന് നിരുപാധിക പിന്തുണ നൽകുമ്പോഴും ഒരു യുദ്ധം ആരംഭിക്കുമ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും നിൽക്കാൻ ലോകരാഷ്ട്രങ്ങൾ ഉണ്ടാകുമെന്ന വ്യക്തമായ ധാരണ ഭാരതത്തിനുണ്ട്. അതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കിക്കൊണ്ടും യുദ്ധമുഖത്തെ കുന്തമുനകൾ, അത് വ്യോമസേന, അത് ആകാശത്താണെങ്കിലും സമുദ്രത്തിലാണെങ്കിലും കരയിലാണെങ്കിലും വളരെ കൃത്യമായി നമുക്ക് ലഭ്യമാകുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങളും യുദ്ധോപകരണങ്ങളും എത്തിച്ചുകൊണ്ടൊരു പ്രതിരോധ നിര ഇതിനോടകം തന്നെ ഭാരതം സ്വീകരിച്ചിട്ടുള്ളത്. ആ പ്രതിരോധ നിരയുടെ കരുത്താണ് ഇന്ന് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ജമ്മു കാശ്മീരിലും രാജസ്ഥാനിലും പഞ്ചാബിലും കൂടാതെ ഹരിയാനയിലും ഉൾപ്പെടെ ജനവാസ കേന്ദ്രങ്ങളിലും സൈനിക താവളങ്ങളിലും ആക്രമണം നടത്താമെന്ന വ്യാമോഹത്തോടെ പാകിസ്ഥാൻ അയച്ചിട്ടുള്ള മിസൈലുകളും ഡ്രോണുകളും നിഷ്കരുണം വളരെ വിജയകരമായി പ്രതിരോധിച്ചുകൊണ്ട് തച്ചു തകർക്കുന്ന കാഴ്ചയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് വളരെ കൃത്യമായി തന്നെ കാണാൻ സാധിക്കും. പാകിസ്ഥാൻ്റെ മിസൈലുകളും ഡ്രോണുകളും ഭാരതത്തിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം വളരെ കൃത്യമായി തന്നെ പ്രതിരോധിച്ചിട്ടുണ്ട്. ഒപ്പം തിരിച്ചടിക്കുള്ള ഒരുക്കങ്ങൾ നേരത്തെ തന്നെ നടത്തിയിരുന്നു. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, അംഫാലയിലെയും ജമ്മു വിമാനത്താവളത്തിൽ നിന്നും ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ, റഫേൽ ഉൾപ്പെടെയുള്ള ഫൈറ്റർ ജെറ്റുകൾ മണിക്കൂറുകൾക്ക് മുമ്പ് ഉയർന്നു പൊങ്ങിയിട്ടുണ്ട്. അതിർത്തി മേഖലയിൽ തമ്പടിച്ചുകൊണ്ട് പാകിസ്ഥാൻ മേഖലയിലേക്ക് ഭാരതത്തിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ മിസൈൽ അയക്കുന്നുണ്ട്. കൂടാതെ ലാഹോറിൽ ഡ്രോൺ ആക്രമണം നടത്തി എന്നുള്ളതാണ് ഇതിനോടകം പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ. അത്തരത്തിലൊരു തുറന്ന യുദ്ധത്തിലേക്ക്, ആകാശമാർഗത്തിൽ ആകാശ മേഖലയിൽ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനും കടക്കുന്നു. ആ സമയത്താണ് രാജ്യതലസ്ഥാനത്ത് നിർണായകമായിട്ടുള്ള യോഗങ്ങൾ ചേർന്നിട്ടുള്ളത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ്
സിംഗ് സംയുക്ത സേനാ മേധാവിയുമായും കൂടാതെ സായുധ സേനയുടെ മേധാവിമാർ കര വ്യോമ നാവികസേനയുടെ മേധാവിമാരുമായും കൂടിക്കാഴ്ച നടത്തി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും യോഗത്തിൽ പങ്കെടുത്തു. ആ യോഗത്തിന് ശേഷം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ നിർണായകമായ യോഗങ്ങൾ, വിലയിരുത്തലുകൾ, തുടർ നടപടികൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ രാജ്യ തലസ്ഥാനത്ത് നടക്കുന്നു. അതിനനുസൃതമായിട്ടുള്ള നീക്കങ്ങൾ അതിർത്തി മേഖലയിലും നടക്കുന്നു. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ആകാശ മേഖലയിലെ യുദ്ധത്തെക്കുറിച്ചാണെങ്കിൽ അതിന് യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം കരമേഖലയിലും ഇതിനോടകം നടക്കുന്നുണ്ടെന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ പൂഞ്ച് മേഖലയിൽ അതിശക്തമായിട്ടുള്ള ഷെല്ലാക്രമണവും വെടിവെപ്പും പാകിസ്ഥാൻ നടത്തിയിരുന്നു. കൂടാതെ ഇന്ന് പുലർച്ചെ മുതൽ ഉറി, കുപ്വാര, ബാരാമുള്ള സെക്ടറുകളിലാണ് പാകിസ്ഥാന്റെ പ്രകോപനം ആരംഭിച്ചത്. അതിന് ശക്തമായി ഇന്ത്യ മറുപടി നൽകി. ആ മേഖലകളിൽ ഇപ്പോൾ വളരെ കൃത്യമായി ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈനികർ നേർക്കുനേർ നിൽക്കുകയും വെടിവെപ്പും ഷെല്ലാക്രമണവും നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഉറി, കുപ്വാര, ബാരാമുള്ള, പൂഞ്ച് സെക്ടറുകളിലാണ് ഇത്തരത്തിൽ കരമേഖലയിൽ പാകിസ്ഥാനുമായുള്ള വളരെ കൃത്യമായിട്ടുള്ള ആക്രമണവും ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഭാരതവും പാകിസ്ഥാനും തമ്മിൽ എത്തുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഭാരതത്തിന്റെ ഭാഗത്തു നിന്നും സംഘർഷം വഷളാക്കാൻ യാതൊരു തരത്തിലും ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുമ്പോഴും പ്രകോപനമുണ്ടായാൽ തിരിച്ചടി ഉണ്ടാകും എന്ന കൃത്യമായ നിലപാട് സ്വീകരിച്ചിരുന്നു, മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ മുന്നറിയിപ്പ് കണക്കെടുക്കാതെയാണ് ഇന്ന് അല്പസമയങ്ങൾക്ക് മുൻപ് ഏകദേശം ഒരു 8:30 ശേഷമായി ജമ്മുവിലും ഒപ്പം പഞ്ചാബിലും ഹരിയാനയിലും രാജസ്ഥാനും അടങ്ങുന്ന മേഖലകളിൽ, അതിർത്തി മേഖലകളിൽ ഡ്രോൺ മിസൈലുകൾ അയച്ചുകൊണ്ടുള്ള പ്രകോപനത്തിനും അക്രമത്തിനും പാകിസ്ഥാൻ ശ്രമിച്ചിട്ടുള്ളത്. ജമ്മു വിമാനത്താവളം, ജമ്മു യൂണിവേഴ്സിറ്റി, സാംബ, അഗ്നൂർ മേഖലകളിലും ഒപ്പം ജമ്മു കാശ്മീരിന്റെ കവാടമായിട്ടുള്ള പഞ്ചാബിന്റെ അതിർത്തി പ്രദേശം പത്താൻകോട്ടിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ സൈനിക താവളമുള്ള, സൈനിക കേന്ദ്രമുള്ള മേഖലയാണ്. അത് വിവിധ ട്രൂപ്പുകളുടെ താവളങ്ങൾ കൂടാതെ അത്യാധുനിക യുദ്ധോപകരണങ്ങൾ ഉൾപ്പെടെ സംഭരിച്ചിട്ടുള്ള സൈനിക കേന്ദ്രങ്ങൾ കൂടിയാണ് പത്താൻകോട്ടിലുള്ളത്. ആ പത്താൻകോട്ട് കൂടാതെ ഹരിയാനയിൽ, പഞ്ചാബിൽ, രാജസ്ഥാനിൽ ഈ അതിർത്തി പ്രദേശങ്ങളിലാണ് പാകിസ്ഥാൻ ഫൈറ്റർ ജെറ്റുകൾ അണിനിരന്നുകൊണ്ട് മിസൈൽ ആക്രമണവും ഒപ്പം ഡ്രോൺ ആക്രമണവും നടത്തിയിട്ടുള്ളത്. ഭാരതത്തിൻ്റെ അതിർത്തി കടന്നെത്തിയിട്ടുള്ള ഡ്രോണുകളും മിസൈലുകളും വളരെ കൃത്യമായി പ്രതിരോധിക്കാനും അത് തകർക്കാനും ഭാരതത്തിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്, സുദർശന ചക്രം എന്ന് ഭാരതം പേരിട്ടിട്ടുള്ള റഷ്യൻ നിർമ്മിത S-400 സംവിധാനത്തിന് സാധിച്ചു എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ ഭാരതം നൽകിയിട്ടുള്ള തിരിച്ചടിയിൽ പാകിസ്ഥാന്റെ ഫൈറ്റർ ജെറ്റുകൾ X-16 കൂടാതെ JF-17 തകർന്നു വീണു എന്ന റിപ്പോർട്ടുകൾ കൂടിയാണ് പുറത്തു വന്നിട്ടുള്ളത്. അത്തരത്തിൽ അതിശക്തമായിട്ടുള്ള തിരിച്ചടികൾ ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് നടത്തി വരികയാണ്. അതിന്റെ ഭാഗമായി ഹൈ അലേർട്ടാണ് വ്യോമസേനയ്ക്ക് നൽകിയിട്ടുള്ളത്. സമുദ്ര അതിർത്തിയിലും വളരെ കൃത്യമായിട്ടുള്ള നീക്കങ്ങൾ ഭാരതത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇതിനോടകം അത്യാധുനിക യുദ്ധക്കപ്പലുകൾ, അത് മുങ്ങിക്കപ്പലുകൾ ഉൾപ്പെടെ യുദ്ധക്കപ്പലുകൾ സമുദ്ര അതിർത്തിയിൽ, അറബിക്കടൽ മേഖലയിൽ ഉൾപ്പെടെ ഭാരതം വിന്യസിച്ചിരുന്നു. എന്ത് പ്രകോപനമുണ്ടായാലും കൃത്യമായിട്ട് പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനുമുള്ള സംവിധാനമാണ് ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ഇന്ത്യ സംഭരിച്ചിട്ടുള്ള പ്രതിരോധ ഉപകരണങ്ങൾ, ഒപ്പം യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതിനായി സംഭരിച്ചിട്ടുള്ള റഫേൽ ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങളുടെ പർച്ചേസുകൾ, അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ, റഷ്യയിൽ നിന്നും ഇസ്രായേലിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള, ഇന്ത്യ വില കൊടുത്ത് വാങ്ങിയിട്ടുള്ള അത്യാധുനിക യുദ്ധോപകരണങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങൾ, അത്തരത്തിൽ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങളും യുദ്ധ കുന്തമുനകളുമാണ് അതിർത്തി മേഖലകളിലെല്ലാം തന്നെ രാജ്യം നിരത്തിയിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിലുള്ള നടപടികളായിരുന്നു ഭാരതത്തിന്റെ സായുധ സേന നടത്തിവരുന്നത്. അതായത് പെഹൽഗാം ഭീകരാക്രമണം നടന്നപ്പോൾ ആ ഭീകരാക്രമണത്തിന് കേവലം ഒരു മറുപടി നൽകാനാണെങ്കിൽ അതിനുള്ള ശേഷിയും ശക്തിയും വളരെ കൃത്യമായി പ്രാപ്തിയും സൈന്യത്തിനുണ്ടായിരുന്നു. ആ ഭീകരാക്രമണം നടന്നതിന് പിറ്റേ ദിവസം തന്നെ വേണമെങ്കിൽ സൈന്യത്തിന് ആ പ്രവൃത്തിയിലേക്കും തിരിച്ചടിയിലേക്കും കയറാമായിരുന്നു. പക്ഷേ വളരെ കൃത്യമായി ആലോചിച്ച് എന്തെല്ലാം തിരിച്ചടികൾ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെയും ഭീകരവാദികളുടെയും ഭാഗത്തുനിന്നുണ്ടാകും, എന്തെല്ലാം പ്രകോപനമുണ്ടാകും, എവിടെയെല്ലാം സേനാവിന്യാസം ശക്തമാക്കേണ്ടതുണ്ട് എന്ന് കൃത്യമായി പഠിച്ച് അതിനനുസൃതമായിട്ടുള്ള സേനാവിന്യാസം നടത്തിക്കൊണ്ട് കര, വ്യോമ, നാവികസേനകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുടെ പ്രത്യേക യോഗം വിളിച്ചു ചേർത്തു. കർശനമായിട്ടുള്ള സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകി. ബ്ലാക്ക് ഔട്ട് ഡ്രില്ലുകൾ നടത്തി. ഏത് സാഹചര്യത്തെയും നേരിടുന്നതിന്, പൊതുജനങ്ങളെ പോലും സജ്ജമാക്കുന്നതിന് അതിർത്തി ഗ്രാമങ്ങളിൽ
പരിശീലനങ്ങൾ നൽകി അതിർത്തി മേഖലയിലെ ജനങ്ങളെ ബങ്കറുകളിലേക്കും സുരക്ഷാ കേന്ദ്രങ്ങളിലേക്കും എത്തി അത്തരത്തിലുള്ള കൃത്യമായ തയ്യാറെടുപ്പുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഭാരതം നടത്തി വന്നത്. ആ തയ്യാറെടുപ്പുകൾ പൂർത്തിയായ ഘട്ടത്തിലാണ് ഉചിത സമയത്ത് പാകിസ്ഥാന്റെ അതിർത്തി കടന്നുകൊണ്ട് ഭാരതത്തിന്റെ സ്കാൽപ്പ് മിസൈലുകൾ, റഫേൽ യുദ്ധവിമാനങ്ങളിൽ നിന്നുള്ള സ്കാൽപ്പ് മിസൈലുകൾ പാകിസ്ഥാന്റെ മണ്ണിൽ നിലകൊള്ളുന്ന ജെയ്ഷെ മുഹമ്മദിന്റെയും ഒപ്പം ലഷ്കർ ഇ തൊയ്ബയുടെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും എല്ലാം ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി പറന്നു വരികയും അത് തച്ചു തകർക്കുകയും ചെയ്തിട്ടുള്ളത്. വലിയ നാശനഷ്ടമാണ് ഭീകരർക്ക്. അതായത് പാകിസ്ഥാൻ പുറത്തുവിടുന്നത് പോലെ കേവലം 26 മരണമല്ല, കൊല്ലപ്പെട്ടവരുടെ എണ്ണം 100-ലധികമാണ് എന്നുള്ളത് വളരെ കൃത്യമാണ്. അതിൽ ജെയ്ഷെ മുഹമ്മദിന്റെ സുപ്രീം കമാൻഡർ അബ്ദുൾ റൌഫ് ഹസ്കർ ഉൾപ്പെടെയുള്ള ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് വൻ നാശനഷ്ടമാണ്, കനത്ത പ്രഹരമാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ജെയ്ഷെ മുഹമ്മദിനും ലഷ്കർ ഇ തൊയ്ബയ്ക്കും ഒപ്പം ഹിസ്ബുൾ മുജാഹിദിനും അതിലൂടെ പാകിസ്ഥാനും നൽകിയിട്ടുള്ളത്. പാകിസ്ഥാന്റെ മണ്ണിൽ ഇത്തരത്തിൽ ഭീകര ശക്തികളുടെ പരിശീലന ക്യാമ്പുകളുണ്ട് എന്ന് ദൃശ്യങ്ങൾ സഹിതം തെളിയിച്ചു കൊടുക്കുകയായിരുന്നു ഭാരതം ചെയ്തിട്ടുള്ളത്. അതിന്റെ പരിഭ്രാന്തിയാണ് പാകിസ്ഥാൻ സൈന്യത്തിനും പാകിസ്ഥാൻ ഭരണകൂടത്തിനുമുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് അതിർത്തി മേഖലയിൽ പ്രകോപനത്തിന് അതിർത്തി മേഖലയിൽ കൃത്യമായി പാകിസ്ഥാന്റെ പ്രകോപനങ്ങളെ ചെറുക്കാൻ ഭാരത സൈന്യത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ഡ്രോൺ ആക്രമണങ്ങളെ കൃത്യമായി ചെറുക്കുന്ന സമീപനം കഴിഞ്ഞിരിക്കുന്നു. സുദർശൻ എന്നുള്ള പേരിലാണ് ഭാരതം അതിൻ്റെ കൃത്യമായ പ്രതിരോധം തീർത്തിരിക്കുന്നത്. നമുക്കറിയാം സുദർശന ചക്രം അത് കൃത്യമായി പൗരാണിക നാമമാണ്. അതുപയോഗിച്ച് അല്ലെങ്കിൽ ആ നാമം ഉപയോഗിച്ച് ആ ഓപ്പറേഷന് നൽകിയിരിക്കുന്ന പേര് പാകിസ്ഥാൻ്റെ ആക്രമണങ്ങളെ ചെറുക്കുന്നത് സുദർശൻ എന്നുള്ള പേരിലുള്ള പ്രത്യാക്രമണമാണ് ഭാരതം നടത്തുന്നത്. വെറുതെ അവരുടെ ഡ്രോണുകൾ നശിപ്പിക്കുക മാത്രമല്ല, പാകിസ്ഥാൻ്റെ മണ്ണിൽ കൃത്യമായി അവിടെ പ്രകമ്പനം സൃഷ്ടിക്കാനും അവിടെ സ്ഫോടനം നടത്താനും അവരെ കൃത്യമായി പ്രതിരോധിക്കാനും അവരെ ആക്രമിക്കാനും ഭാരതത്തിൻ്റെ നാവികസേനയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ രാത്രിയിൽ പറയാൻ കഴിയുന്നത്. നന്ദഗോപൻ കൂടി ചേരുന്നു. നന്ദഗോപൻ, സുദർശൻ എന്ന് പേരിട്ടിട്ടുള്ള നമ്മുടെ പ്രത്യാക്രമണം അത് പാകിസ്ഥാൻ്റെ മണ്ണിൽ പ്രകമ്പനം സൃഷ്ടിച്ച് അവരെ ഭയപ്പെടുത്തിക്കൊണ്ട് തന്നെ വലിയ നിലയിൽ അവരെ ആക്രമിക്കാൻ നമുക്ക് സാധിക്കുന്നു. അതേപോലെ തന്നെ അവരുടെ ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാനും നമുക്ക് 2 തരത്തിലാണ് നമ്മളുടെ സൈനിക വിന്യാസം. ഒന്ന്, പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് നടത്തുന്ന ആക്രമണങ്ങളെ കൃത്യതയോടെ അതേസമയം തന്നെ പ്രതിരോധിക്കുക. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ മണ്ണിലേക്ക് കൃത്യമായി യുദ്ധവിമാനങ്ങൾ പായിച്ച് അവിടെ കൃത്യമായി മിസൈൽ ആക്രമണം അടക്കമുള്ള അക്രമങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരുടെ തന്ത്രപ്രധാന മേഖലകൾ നശിപ്പിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടല്ലോ നന്ദഗോപൻ. വിവരമനുസരിച്ച് നേരത്തെ പത്താൻകോട്ടിലും രജോരിയിലും ഒരു സൂയിസൈഡ് അറ്റാക്ക് നടന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അത് പൂർണ്ണമായും അത് തെറ്റായ വാർത്തയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ആർമി പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അത്തരമൊരു സംഭവം രജോരിയിലോ പത്താൻകോട്ടിലോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി BCAS രാജ്യത്തെ മുഴുവൻ എയർലൈൻസുകൾക്കും എയർപോർട്ടിനും കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ അവിടുത്തെ എയർപോർട്ടിലേക്ക് എത്തുന്നവർക്ക് സാധാരണ ടെർമിനലിനുള്ളിൽ പ്രത്യേക പാസ് ഉപയോഗിച്ച് കയറാൻ സാധിക്കുമായിരുന്നു. അത് പൂർണ്ണമായും ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു സെക്കൻഡറി ലാഡർ പോയിന്റ് ചെക്ക് ഉണ്ടാകണം. അതായത് SLPC സെക്രട്ടറി ലാഡർ പോയിന്റ് ചെക്ക് ഉണ്ടാകണമെന്നുള്ളതാണ് പ്രധാനമായും നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് കൂടുതൽ സുരക്ഷാ പരിശോധന വർദ്ധിപ്പിക്കണമെന്നുള്ള നിർദ്ദേശമാണ് രാജ്യത്തെ മുഴുവൻ എയർലൈൻസുകൾക്കും അതേപോലെ തന്നെ എയർപോർട്ടുകൾക്കും ഇപ്പോൾ ഈ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി നൽകിയിരിക്കുന്നത്. ഏതായാലും ഭാരതം കർശനമായി തന്നെ എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ തന്നെ ഈ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ബ്ലാക്ക് ഔട്ട്, അതായത് മുഴുവൻ ലൈറ്റുകളും അണച്ചുകൊണ്ടുള്ള ബ്ലാക്ക് ഔട്ട് പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. അതിപ്പോൾ ഫലപ്രദമായി ജമ്മു അടക്കമുള്ള മേഖലകളിൽ ഉപയോഗിച്ചിരിക്കുകയാണ്. വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ രാജസ്ഥാനിലെ ജയ്സാൽമീറിലും അതേപോലെ തന്നെ ഗുജറാത്തിലെ കച്ച് മേഖലയിലും അടക്കം ഈ ബ്ലാക്ക് ഔട്ട് പൂർണ്ണമായും ലൈറ്റുകളും മറ്റും ഓഫ് ചെയ്ത് ശത്രുക്കളുടെ ദൃഷ്ടിയിൽപ്പെടാതെ ഒളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ വെട്ടമണച്ച് പൂർണ്ണമായും ഉള്ളിൽ പതുങ്ങിയിരിക്കുന്ന രീതിയിലുള്ള ബ്ലാക്ക് ഔട്ട് പ്രക്രിയയാണ് ഇപ്പോൾ പ്രധാനമായും ഈ വിവിധ മേഖലകളിലായിട്ട് നടക്കുന്നത്.
ഒപ്പം തന്നെ ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഈ ജയ്സാൽമീറിൽ കൃത്യമായി തന്നെ ജയ്സാൽമീർ ആക്രമിക്കണം, അവിടെ ഭാരതത്തിന്റെ സൈനിക യൂണിറ്റ് ആക്രമിക്കണം എന്ന് കരുതി എത്തിയ ഈ ഡ്രോൺ സിസ്റ്റത്തെ പൂർണ്ണമായും തകർത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ അതുമായി ബന്ധപ്പെട്ട ദൃക്സാക്ഷി വിവരണങ്ങളും മറ്റും ഈ പുറത്തു വന്നിട്ടുണ്ട്. നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിട്ടുണ്ട്. വലിയ ഉഗ്ര ശബ്ദം കേട്ടു, അതേപോലെ തന്നെ വലിയ മിന്നൽ പോലുള്ള വലിയ തീനാളമായിരുന്നു ആ പ്രദേശത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ഈ നാട്ടുകാർ, അവിടുത്തെ ജയ്സാൽമീർ പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്.